ഹലോ മക്കളെ, ഈ വർഷത്തെ പരീക്ഷയിൽ എന്തായാലും ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കും. അപ്പൊ ആ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് ചോദ്യം വരുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ആൻസർ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെയും കാണാം. പല പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അവസാനം വരെ ഈ വീഡിയോ കാണാം. ഓൾസോ തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. ഓക്കെ, മറക്കരുത്, എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 7:30 നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവരും ലൈവ് ക്ലാസ്സിന് കൃത്യമായിട്ട് കയറി വരണം, കാരണം വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. ഓൾസോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെയും പല ക്ലാസ്സിന്റെയും ഇനിയും വരാൻ പോകുന്ന എല്ലാ ലൈവ് ക്ലാസ്സിന്റെയും നോട്ട്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഈ നോട്ട്സുകളും ഇനിയുള്ള ലൈവ് ക്ലാസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂസ് റിപ്പോർട്ട് എന്താണ്? നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റെഡ് ബുളിന്റെ പരീക്ഷയ്ക്ക് നിങ്ങളുണ്ട്, അവർ പറയുന്നത് എന്താണ്? റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്ന് പറയും. പക്ഷെ നമുക്കറിയാം റെഡ് ബുൾ കഴിച്ചുകൊണ്ട് ആർക്കും പറക്കാനൊന്നും പറ്റില്ല, ആർക്കും എന്താണ് ചിറകളൊന്നും മുളക്കില്ല നമുക്കറിയാം. പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നിങ്ങളുടെ 2 വീടപ്പുറത്ത് ഒരു ചേട്ടൻ ഒരു ദിവസം രാവിലെ റെഡ് ബുൾ എടുത്തങ്ങോട്ട് കുടിച്ചു. ചേട്ടന്റെ 2 സൈഡിൽ കൂടെ 2 ചിറകം കൊണ്ട് മുളക്കുകയും ചേട്ടൻ രാവിലെ തന്നെ പറന്നങ്ങോട്ട് പോയി. ഈ കോഴി പറക്കുന്ന പോലെ ഒന്നല്ല, ആക്ച്വൽ പരിന്തൊക്കെ പറക്കുന്ന പോലെ ഇങ്ങനെ പറന്ന് റെഡ് ബുള്ളും കഴിച്ച് അങ്ങനെ പോവാണ്. നിങ്ങളാണെങ്കിൽ ഇത് കേട്ടു, ആരോ പറയുന്നത് കേട്ടു, രാഘവേട്ടൻ പറന്നുപോയി രാവിലെ റെഡ് ബുള്ളും കുടിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്, നിങ്ങൾ മാതൃഭൂമിയിലെ മനോരമയിലെ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. നിങ്ങൾ ചാടിക്കേറി പോയില്ല ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടാവും നമ്മുടെ ചേട്ടന്റെ രാഘവേട്ടന്റെ ഭാര്യനോട് ചോദിക്കും എന്താണ് സംഭവിച്ചത്. എന്നിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്, അതിനൊക്കെ എങ്ങനെയാണ് ഉത്തരം ന്യൂസ് റിപ്പോർട്ടിൽ വരേണ്ടതെന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കും? വളരെ സിമ്പിൾ. നിങ്ങൾ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കും. നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടിൽ എഴുതാൻ വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടി വരിക? അപ്പൊ തന്നെ കമന്റ് ചെയ്യും. നോക്കിയതിന് കാര്യമില്ല, വീഡിയോ കമന്റ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാനുള്ളൂ. ഓക്കെ, കമന്റ് ചെയ്തില്ല, ശരി കമന്റ്. ഇനി നമ്മളെല്ലാവരും ജനറലായി ചോദിക്കുക, ഫസ്റ്റ് ചോദ്യം, ആരാണ് പറന്നുപോയത്? രാഘവേട്ടൻ തന്നെയാണോ? നമുക്ക് കൺഫേം ചെയ്യണം. ആരാണ് പറന്നുപോയത്? നെക്സ്റ്റ്, എന്താ പറന്നു തന്നെയാണോ പോയത്? വാട്ട്, എന്താണ് അദ്ദേഹം ചെയ്തത്? പറന്നു തന്നെയാണോ പോയത്, നടന്നാണോ പോയത്? നമുക്ക് ഉറപ്പിക്കണം എന്താണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത്, എന്താണ് ആക്ച്വലി സംഭവിച്ചത്. നെക്സ്റ്റ്, ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? കാരണം അത് ന്യൂസ് റിപ്പോർട്ടിൽ വരേണ്ട ഒരു കാര്യം. 2 വർഷം മുമ്പാണോ, ഇന്നലെ രാത്രിയാണോ, ഇന്ന് രാവിലെയാണോ, പുലർച്ചയ്ക്കാണോ, എപ്പോഴാണ് സംഭവിച്ചത്? നെക്സ്റ്റ്, എവിടെ വെച്ചാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് രാഘവേട്ട ശരിക്കും പറഞ്ഞത്? വല്ല ഓഫീസിൽ പോയിട്ടാണോ, അല്ലെങ്കിൽ കവലയിൽ പോയിട്ടാണോ, അല്ലെ വീട്ടിന്റെ നടുവിൽ മുറ്റത്ത് വെച്ചിട്ടും കൂടെ പറക്കുകയാണ് ചെയ്തത്? എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്? നെക്സ്റ്റ്, എന്തുകൊണ്ടായിരിക്കും രാഘവേട്ട രാവിലെ റെഡ് ബുൾ കഴിച്ചത്? എന്ത് പറ്റി രാവിലെ രാഘവേട്ടൻ റെഡ് ബുൾ കഴിക്കാൻ വേണ്ടി? എന്തായിരുന്നു അതിന്റെ ആവശ്യം? സാധാരണ ഒരു കാലിച്ചായ കുടിക്കുന്ന രാഘവേട്ടൻ എന്തുകൊണ്ടാണ് റെഡ് ബുൾ കുടിച്ചു? ലാസ്റ്റ്, എങ്ങനെയായിരിക്കും സംഭവിച്ചത്? റെഡ് ബുൾ കുടിച്ച പലരെയും നിങ്ങൾക്കറിയാം, അവർക്കൊന്നും ചിറക് മുളച്ചില്ല. അപ്പൊ രാഘവേട്ടന് എങ്ങനെ റെഡ് ബുൾ കഴിച്ചിട്ട് ചിറക് മുളച്ചു? എങ്ങനെ ഇത് സംഭവിച്ചു? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് ന്യൂസ് റിപ്പോർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പോകുന്നതിന്റെ ഫോർമാറ്റും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആ ന്യൂസ് റിപ്പോർട്ടിൽ ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവണം. ആര്, എന്ത്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ, എന്തുകൊണ്ട്, ഈ ചോദ്യങ്ങൾക്ക് അതിൽ ഉത്തരം ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണ്? ശരി, ഇനി നമുക്ക് അതിന്റെ ഫോർമാറ്റിലേക്ക് കിടക്കാം. ഫോർമാറ്റ് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഫോർമാറ്റിൽ ഒരു ടൈറ്റിൽ ഉണ്ടാവണം. നിങ്ങൾ ഏത് ന്യൂസ് റിപ്പോർട്ട് എഴുതുകയാണെങ്കിലും അതിനൊരു ഉചിതമായിട്ടുള്ള ഒരു ക്യാച്ചി ടൈറ്റിൽ ഉണ്ടാവണം. ക്യാച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചെന്താണ് കണ്ടാൽ ഇപ്പൊ യൂട്യൂബിന്റെ നമ്മുടെ എക്സാമിനർ തംബ്നെയിൽ കണ്ടില്ലേ, ക്യാച്ചി തംബ്നെയിൽ ആയിരിക്കും അല്ലെ? വെറുതെ എഡിറ്റിംഗ് ദ പാസേജ് ഇത് കാണൂ എന്നല്ലല്ലോ, എന്തേലൊക്കെ ഉണ്ടാവും അല്ലെ? 4 മാർക്സ് ഉറപ്പ്, ഷുവർ ക്വസ്റ്റ്യൻ, എന്തായാലും പരീക്ഷയിൽ വരും. അപ്പൊ അതുപോലത്തെ ഒരു ക്യാച്ചി ടൈറ്റിൽ ആയിരിക്കണം നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടിന്റെ ടൈറ്റിൽ. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലം കൊടുക്കണം. നിങ്ങളുടെ ഈ ഇൻസിഡന്റിൽ നിന്ന സ്ഥലം കൊടുക്കണം, പ്ലേസ് കൊടുക്കണം. ഓപ്ഷനലി നിങ്ങൾക്ക് ഡേറ്റും കൂടി കൊടുക്കാം. പ്ലേസ് ആൻഡ് ഡേറ്റ് എന്ന് വരാറുണ്ട്. അത് നിർബന്ധമല്ല. നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ സ്കൂൾ ടീച്ചർ എന്താണോ പറഞ്ഞത്, നിങ്ങളുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞു ഇവിടെ പ്ലേസ് മാത്രം കൊടുത്താൽ ട്രിവാൻഡ്രം, കോഴിക്കോട് എന്ന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ടീച്ചർ പറഞ്ഞു, സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ഡേറ്റും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു കോമന്റ് ഡേറ്റും കൂടി കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അത് നിങ്ങളുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞ പോലെ ചെയ്യാം. എന്ത് ചെയ്താലും മാർക്ക് പരീക്ഷയിൽ ഒരേപോലെ ആയിരിക്കും കിട്ടുക, ഡേറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ. പക്ഷെ സ്ഥലം കൊടുക്കണം എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. ഇത് 2 കുത്തുകുത്ത് കൊടുക്കണം, അത് മറക്കരുത്. കുത്തുകുത്താണ്, ഹൈഫൺ എന്നല്ല, കുത്തുകുത്ത് തന്നെ കൊടുക്കണം. ഇതിൽ അവിടെ തന്നെ എഴുതി തുടങ്ങണം. അടുത്ത ലൈനിലേക്കല്ല, അവിടെ തന്നെ എഴുതി തുടങ്ങും.
എങ്ങനെ എഴുതി തുടങ്ങേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് വായിച്ചു നോക്കാം. നമ്മൾ ചോദ്യവും ആൻസറും വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ബോയ് വർ റിയലി സർപ്രൈസ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദി 3 ബേബി സ്ക്വിറൽസ്. അപ്പോൾ അവർ ആ 3 വെള്ള ബേബി സ്ക്വിറൽസ് കണ്ടപ്പോൾ സർപ്രൈസ്ഡ്, കാരണം അത് വൈറ്റ് ബേബി സ്ക്വിറൽസ് ആയിരുന്നു അല്ലേ. അണ്ണാൻ സാധാരണ വെള്ള കളർ നമ്മൾ കാണാറില്ല, ഇത് വെള്ള കളറുള്ള അണ്ണാനായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സർപ്രൈസ് ഫോർ all and the news spread across the village. Okay, the news appeared in one of the local dailies. Prepare the likely news report. Okay, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഡെഹ്റാഡൂണിലാണ് സംഭവിച്ചത്. കുത്തുകുത്തു 3 baby squirrels were found in a hole in the banyan tree in one of the houses of a village. അപ്പോൾ കാര്യത്തിലേക്ക് നേരെ കടക്കുക. ഇതിന് ഭയങ്കര മുഖവരയും അങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. എന്താണോ സംഭവിച്ചത് നേരെ അങ്ങോട്ട് കടക്കുക. ഇൻ ദ വില്ലേജ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫൺ, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം അങ്ങോട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് എന്താണ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ അതിനെ വലിയ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ബിൽഡപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ കടക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ വിവരിക്കുക. ഇൻ ദ വില്ലേജ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ ഫൗണ്ട് 3 cute white baby squirrels in the hole in the banyan tree in the yard. The boy found them. ഇനി അതിനെപ്പറ്റി കൂടുതൽ ഒരിക്കലും ആരാണ് കണ്ടുപിടിച്ചത്? The boy found them while he was searching for the grandmother. He was surprised to see the needle in the hole, and when looked further, he discovered that the hole was crammed. Even the grandfather was seeing the white squirrels for the first time. Many people gathered to see the little wonders of the nature. ഇത്ര മതി. സാർ അപ്പോൾ അവസാനം എന്തെങ്കിലും കൺക്ലൂഷൻ എന്തെങ്കിലും വേണം? ഒരു ആവശ്യമില്ല. ഈ പൊതുവെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുക, മെനി പീപ്പിൾ ഗ്യാതേർഡ് ടു സീ ദ ഇന്ന സാധനം എന്നല്ല പറഞ്ഞിട്ട് അങ്ങോട്ട് ഇവന്റ് ചെയ്യുക. ഒരിക്കലും എന്ത് എഴുതരുത്, ദിസ് ഇസ് അനീഷ് വിത്ത് ക്യാമറാമാൻ രഘു സൈനിങ് ഓഫ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് എഴുതരുത്. അത് TV റിപ്പോർട്ടിലാണ് ചെയ്യേണ്ടത്, ന്യൂസ് റിപ്പോർട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടിൽ ജസ്റ്റ് സാധാരണ രീതിയിൽ കൺക്ലൂഡ്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ എന്താ ഞാൻ പറഞ്ഞ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം. ആരാണ്, എന്താണ്, അല്ലെ ആരാണ് കണ്ടത്? ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും. എന്താണ് കണ്ടത്? 3 ബേബി സ്ക്വിറൽസ് ആണ് കണ്ടത്. എവിടെ വെച്ചാണ് കണ്ടത്? ഡെഹ്റാഡൂണിലാണ് കണ്ടത്. എപ്പോഴാണ് കണ്ടതെന്നുള്ള കാര്യത്തിൽ വലിയൊരു അർത്ഥം ഇവിടെ ഇല്ല, കാരണം അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അത് ഡേറ്റ് കൊടുത്തോണ്ട്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴാണ് കണ്ടത്? 1 വർഷം മുമ്പാണ്, ഇന്നലെയാണ്, മിനിയാന്ന്, അതിൽ വല്ല അർത്ഥമില്ല. എന്താണ്, എങ്ങനെയാണ്? ഓക്കെ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്നുള്ളതിന് ഇവർക്ക് ഓപ്ഷൻ. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരിവിടെ കൊടുത്തില്ല, വേണം നിങ്ങൾക്ക് കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഗ്രാൻഡ് ഫാദറിന്റെ ഒപ്പീനിയൻ എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാം, ഗ്രാൻഡ് ഫാദർ പറഞ്ഞു വൈറ്റ് റാറ്റിന്റെ, അത് ഇവിടെ കൊടുത്തില്ല അല്ലെ, അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം. വൈറ്റ് റാറ്റിന്റെ കുട്ടികളായിരിക്കും ഇതെന്നാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ എന്തുകൊണ്ടെന്ന് ഉത്തരവ് എങ്ങനെയാണെന്നുള്ള ആരും ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് ഇത് ഡിസ്കവർ ചെയ്തത്? എന്താണ് ഇതിങ്ങനെ ചെക്കൻ എന്താണ് ഇങ്ങനെ ആ നിറ്റിംഗ് നീഡിൽ മിസ്സായപ്പോൾ, നമ്മൾ ഗ്രാൻഡ് മദറിന്റെ ആ സൂചി നൂലും മിസ്സായപ്പോൾ അത് തപ്പിപ്പോയപ്പോൾ ഒരു ഓട്ടയിൽ നിന്നാണ് കണ്ടത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഓൾറെഡി ആകെ എന്താണ്, എവിടെ, എപ്പോഴാണെന്നുള്ള മാത്രമേ ചോദ്യമില്ലേ, ബാക്കിയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻഡയറക്ട്ലി ചെയ്യണം, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യരുത്. ആരാണ്? ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് ഫാദർ. എന്താണ്? വൈറ്റ് സ്ക്വിറൽസ്. എവിടെ വെച്ചാണ്? അങ്ങനെ ചെയ്യരുത്, ഇൻഡയറക്ട്ലി അതിൽ വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫാക്ട്സ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ പല ചോദ്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇൻസിഡന്റ് ഓഫ് എ കോബ്ര കോയിലിംഗ് അറൌണ്ട് ദി ഹോമിയോപാത്സ് ആം വാസ് റിപ്പോർട്ടഡ് ഇൻ എ ഡെയിലി. The next day what would be the news report? അപ്പം നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിററിൽ നമ്മുടെ ആ ഹോമിയോപാത്ത് ഡോക്ടറിന്റെ ചുറ്റും കൈയിന് ചുറ്റും ഒരു ഒരു പാമ്പ് വന്നിട്ട് കോയിൽ ചെയ്തു, അതിനെപ്പറ്റി ഒരു കഥ അല്ല അതിനെപ്പറ്റി ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കുക, ഡോക്ടർ ഇൻ ഡിലെമ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. സ്ഥലം എഴുതുക, തിരുവനന്തപുരം അല്ല തൃശ്ശൂർ എഴുതി വെക്കുക. നെക്സ്റ്റ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക. ഫുൾ ബ്ലഡഡ് പോയിസണസ് കോബ്ര വാസ് റിപ്പോർട്ടഡ് ടു ബി സീൻ ഇൻ ദ സ്മോൾ റെന്റഡ് ഹൗസ് ഓഫ് ഹോമിയോപാത്ത് യെസ്റ്റർഡേ അല്ലേ, യെസ്റ്റർഡേ സമയവും കിട്ടി, എവൻ അതിനുത്തരം കിട്ടി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദ ഡോക്ടർ സേസ് ദ സ്നേക്ക് ഹാഡ് കോയിൽഡ്, അതിന്റെ കഥയൊക്കെ പറഞ്ഞു അവസാനം ദ സ്നേക്ക് വാസ് നോട്ട് ടു ബി സീൻ എനിവെയർ. നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമന്റ് പറയാം. അല്ലെ മെനി പീപ്പിൾ ഗ്യാതർ ടു സീ ദ ഇവന്റ്. അത് അവിടെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷെ പൊതുവെ അങ്ങനെയൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ട് എൻഡ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് എൻഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പല ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷയിൽ ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും കൂടി നിങ്ങൾ തീർച്ചയായും ഇതൊക്കെ വായിക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, കാരണം ഇത് വന്നാൽ ഇതേപോലെ തന്നെ കൂടി എഴുതി വെക്കാം. ഇതേപോലെ ഇന്ത്യ അർത്ഥം ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഓർമ്മ ഉണ്ടാവും തലയിൽ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം. അല്ലെ നിങ്ങൾ 0 ഐഡിയ എന്ന് എഴുതുന്നതിനേക്കാളും നല്ല എപ്പോഴും എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ റൈറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദി അറ്റംപ്റ്റഡ് സൂയിസൈഡ് ഓഫ് ദി യങ് മാൻ. ഏത് സ്റ്റോറിയിലാണ്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിൽ. അപ്പൊ ടൈറ്റിൽ കൊടുക്കുക, സ്ഥലം എഴുതുക, നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? ദ മാൻ ഇസ് ഇൻ ഒബ്സർവേഷൻ ഇൻ സിറ്റി ഹോസ്പിറ്റൽ ആൻഡ് സെഡ് ടു ബി ഔട്ട് ഓഫ് ഡേഞ്ചർ. അപ്പൊ അത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്.
അപ്പോൾ അതൊരിക്കലും കഥയിലുള്ള ഇൻഫർമേഷൻ അല്ല, ബാക്കിയുള്ളതൊക്കെ കഥയിലുള്ള ഇൻഫർമേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങളുടെ ഫ്രീഡം ആണ്. ഓക്കെ, അപ്പോൾ അയാൾ എന്താണ് ഇപ്പം അവിടെ എന്താണ് കോമയിലാണ് എന്നൊക്കെ വേണേൽ പറയാം, ആവശ്യമൊന്നുമില്ല. സിറ്റി ഹോസ്പിറ്റലാണ്, ഇപ്പം ഡേഞ്ചർ സോൺ ഡൗട്ട് ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫാക്ട് വെച്ചിട്ട് ഒരു കമന്റ് വെച്ചിട്ട് നിങ്ങൾ എൻഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ ഇനിയും കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് മിസ്റ്റർ ജോൺ അപ്പിയേഴ്സ് ഇൻ എ ന്യൂസ് പേപ്പർ. അതേ കഥയിൽ ആ ചെക്കൻ്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റി ഒരു ഇത് വന്നിരിക്കുകയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പം അതിനെ പറ്റി നിങ്ങളൊരു കഥ എഴുതാം. മനസ്സിലായില്ലേ? കഥയെല്ലാം ന്യൂസ് റിപ്പോർട്ട് എഴുതാം. ഇനി ഇതുപോലെ ഇനിയും ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗൂപ്പി ഗായൻ ബാഗാബൈൻ മറ്റേ നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ട് ടൈഗറിന്റെ ബേസ്ഡ് ആയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ലെങ്തി ആണ്, ഇത്രയും ലെങ്തി ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ലെങ്തി ആക്കിയത്. അപ്പം അത് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഇത്രയും ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പഠിക്കുക. ബൈഹാർട്ട് പഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അതൊരു സെൻസ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ആ 6 ചോദ്യങ്ങളിൽ ഒരു 5 ചോദ്യങ്ങൾക്കെങ്കിലും നിങ്ങൾ ഉത്തരം കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കണം അവസാനം ന്യൂസ് റിപ്പോർട്ട് എഴുതി വരുമ്പോൾ. ക്ലിയർ ആണോ? അത്രയും നിങ്ങൾ ചെയ്താൽ ന്യൂസ് റിപ്പോർട്ടിന് ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ 6 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഇത് കൂടാതെ 2-3 പോസിബിൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിലൊക്കെ വന്ന ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ, ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്താണ്. അതൊക്കെ പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനം കേട്ടോ. ഇതുണ്ടോ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഉണ്ടോ? ടൈഗറിന് വന്നതിന് പറ്റി റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയാസ് കുറേ കിട്ടും. നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ള കുറേ പല ഐഡിയാസ് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. അത്രയും നിങ്ങൾ ചെയ്താൽ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നോട്ട്സ് PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി കിട്ടുകയും ചെയ്യും. അത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് 6 മാർക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പറ്റി കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളതിന് കമന്റ് ചെയ്യുക. എനിക്ക് വായിക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഓൾസോ നിങ്ങൾ ലൈക്കും കൂടി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും കൂടെ കാണാനും പറയാം. അവർക്ക് എല്ലാവർക്കും എനിക്ക് ഉറപ്പാണ് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി പഠിച്ചവർക്കും ഒന്നും അറിയാത്തവർക്കും ഈക്വലി യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരത്തെ ലൈവ് ക്ലാസ് 7:30 ലൈവ് ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുതൽ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ലൈവ് ക്ലാസ്സിലായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് എൻഡ് ചെയ്യാണ്. ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.